ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, ആൻഡ്രേ ഒനാനക്ക് എന്താ പറയാ, ഹാംസ്ട്രിങ് ഇഞ്ചുറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാബ്രീസിയും എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഫേക്കും കാര്യങ്ങളൊന്നല്ല. ഔട്ട് ഫോർ 6 to 8 weeks. എന്തായാലും പ്രീ സീസണിൽ ഒനാന ഇനിയില്ല. പ്രീ സീസണിന് ഓൾറെഡി പോയി. ഇനിയിപ്പോൾ എന്തായാലും ഒരു 3-4 മാസം പുറത്തായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒനാനക്ക് വേണ്ടിയിട്ട് ഒരു ബാക്കപ്പ് പകരമായിട്ട് ഒരു പുതിയൊരു ന്യൂസ് കുറച്ചായി നമ്മൾ ആ ഒരു ഗോൾ കീപ്പറിന്റെ പിന്നാലെ നമ്മുടെ സ്കൗട്ട്സ് ഉണ്ടായിരുന്നു. ബൊട്ടാഫോഗയുടെ ജോൺ വിക്ടർ ക്ലബ് വേൾഡ് കപ്പിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. അത്യാവശ്യം മോശമില്ലാത്ത, ബെറ്റർ ദാൻ ഒനാനി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോശമില്ലാത്തൊരു പെർഫോമൻസ് ആണ്. അപ്പോൾ ഇപ്പം എന്തായാലും ഈ ഒനാന ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒരു ഗോൾ കീപ്പർ വേണം. ഹീറ്റണിനെയും ബായിന്ദറിനെയും വെച്ചിട്ട് നമുക്ക് നടക്കൂല. പിന്നെ ബായിന്ദറിനും എന്തെങ്കിലും ഒരു പ്രപ്പോസൽ വരികയാണെങ്കിൽ കൊടുക്കുന്നുള്ള രീതിയിലാണല്ലോ നമ്മളെ സ്റ്റാൻഡ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ എന്തായാലും ജോൺ വിക്ടറിന് ആകെ 6 റിലീസ് ക്ലോസ് വരുന്നുണ്ട്. മാക്സിമം 8 to 10. അതെങ്കിലും ഇവന്മാർ കൊടുത്താൽ മതിയായിരുന്നു. കാരണം ഇപ്പോൾ ഓൾറെഡി കുറച്ച് പ്രോഫിറ്റ് കിട്ടിയല്ലോ. നമ്മുടെ ആൽവാരോ ഫെർണാണ്ടസിന്റെ ഇതിൽ നിന്ന് കിട്ടി, എലങ്കയുടെ നിന്ന് കിട്ടി, ഇഷ്ടംപോലെ പൈസ കിട്ടിയിട്ടുണ്ട്. ഒരു 10-25-30 മില്യന്റെ അടുത്ത് ഓൾറെഡി കിട്ടി. 5 മില്യൺ ചെൽസിന്റെ അടുത്ത് കിട്ടി, സാൻചോന്റെ വക. അതിന്നും ഈ കള്ളക്കളവ എന്താ പറയാ, ഉപ്പാപ്പ കൈയിട്ട് വാരാണ്ട് അതെങ്കിലും ഈ ഒരു പ്ലെയറിന് വേണ്ടിയിട്ടൊന്ന് ഇട്ടാൽ മതിയായിരുന്നു. ആകെ അത്രേ ചോദിക്കുന്നുള്ളൂ ജോൺ വിക്ടറിന്. അപ്പൊ നമുക്കൊരു ഗോൾ കീപ്പറും ആവും. കാരണം ഇനി ഒനാന പരിക്കൽ മാറി വരുമ്പോഴത്തേക്ക് നിന്റെ സേവനത്തിന് പെരുത്ത് നന്ദി, നമ്മളെ മറ്റേ റോക്ക് ആൻഡ് റോളിൽ ജഗതി പറയുന്നില്ല. അതിന്റെ ബാക്കി എനിക്കിവിടെ പറയാൻ പറ്റില്ല, പറഞ്ഞ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്നിട്ട് ഒരു ബോർഡൊക്കെ വെച്ച് കൊടുത്തിട്ട് വിട്ടോ മോനെ എന്ന് പറയുക, അതേ നടക്കുള്ളൂ. അപ്പൊ അതിൽ നിന്ന് കുറച്ചൊരു പൈസ ആ എംബോമയുടെ ഡീലിന് ബ്രെൻഫോർഡിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നടന്നേനെ. ഈ കിട്ടിയ പ്രോഫിറ്റ് ഒന്നും ഇവന്മാരിങ്ങനെ കൈയിട്ട് വാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂട്ടിയിട്ട് വല്ല മത്തിക്കച്ചവടത്തിനും പോവാൻ പറയണം. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഗ്ലേസേഴ്സിനും ഇനിയോസിനും എല്ലാ രണ്ട് കളവന്മാർക്കും പോയിട്ട് ഓൾഡ് ട്രാഫോർഡ് തെരുവുകളിൽ മത്തിക്കച്ചവടം ചെയ്തോട്ടെ. ഇത്രയും നല്ലൊരു ക്ലബിനെ നശിപ്പിച്ചിട്ട് നാറാണത്ത് കല്ല് എടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടും ഇവന്മാർക്ക് ഇനിയും മതിയായിട്ടില്ലെങ്കിൽ. ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു, ടോപ്പ് 6 ടീംസിന്റെ ട്രാൻസ്ഫർ എന്നും പറഞ്ഞിട്ട്. കണ്ടിട്ട് ഭയങ്കര വിഷമായി പോയി, ഭയങ്കര സങ്കടമായി പോയി. ആ ടോട്ടൻഹാം പോലും മാറി, ലെവി പോലും മാറി, ആരും മാറില്ല. കാരണം ഞാന് നമ്മുടെ തോമസ് ഫ്രാങ്ക് ടോട്ടൻഹാമിന്റെ മാനേജർ ആയപ്പോ നമ്മുടെ ഈ എംബോമയുടെ ഒരു ലിങ്ക്സ് വന്നിരുന്നു. അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറെ പേര് വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലെവി അല്ലേ ടോട്ടൻഹാം അല്ലേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, 5ന്റെ പൈസ ഇറക്കൂല എന്നല്ല. ഇപ്പൊ എന്താ അവസ്ഥ? 24 hours 2 ഡീൽ അവരെ നടത്തി. അതില് മോർഗൻ ഗിബ്സ് വൈറ്റിന്റെ ചെറിയൊരു പ്രശ്നത്തിലാണ് ഉള്ളത്. പക്ഷെ എന്നാലും നോക്കണം, അവര് നമ്മളെ പോലെ കൊല്ലങ്ങളായിട്ട് ടോക്സും മറ്റേതും മറിച്ചതും നെഗോഷിയേഷനും തേങ്ങയൊന്നും നടത്തിയിട്ടില്ല. ഓൺ ദ സ്പോട്ടിൽ പോയി കൈമുട്ടി പരിപാടി തീർത്തിട്ട് വന്നു. അതാണ് വേണ്ടത്. ഇതല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. ഏഷ്യാനെറ്റിലൊക്കെ ചന്ദനമായ സീരിയൽ പോലെയാണ് ഇപ്പൊ നമ്മുടെ ട്രാൻസ്ഫർ ന്യൂസ് പോകുന്നത്. സത്യം പറയാനുള്ള ചന്ദനമായ സീരിയൽ ചിലപ്പോ ബാക്കിൽ നിൽക്കേണ്ടി വരും. അത്രയും ഇങ്ങനെ ഈ എംബോമയുടെ തന്നെ 2 മാസം ആവാനായി. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എംബോമയുടെ ന്യൂസ് വന്നത് എന്താണെന്ന് വെച്ചാൽ അതുകൂടി ഞാൻ പറയാം. ഈ ആഴ്ച നടക്കുന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച നടന്നിട്ടില്ലെങ്കിൽ നടക്കൂല, 100% പിന്നെ നടക്കൂല. കാരണം എംബോമ തന്നെ പറയും. കാരണം ഓൾറെഡി അവൻ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു പ്ലെയർ ഇത്രത്തോളം കാത്തു നിൽക്കും? കാരണം പുള്ളി ബ്രെൻഫോർഡിലും കളിക്കാൻ പോകുന്നില്ല, അവിടെയും ട്രെയിനിങ്ങിന് പോകുന്നില്ല. നമ്മുടെ യുണൈറ്റഡിന് വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഇവന്മാർ ഇതും നടത്തുന്നില്ല, ഇങ്ങനെ മേലോട്ട് വലിപ്പിക്കുക. മോശമല്ലേ അതെല്ലാം? ഓൾറെഡി 55 എത്തി. പിന്നെ അപ്പൊ ബ്രെൻഫോർഡ് ചോദിക്കുന്ന 60-65 കൊടുത്ത് മതി, തീരട്ട പുല്ല്. കിട്ടിയല്ലോ, വെറുതെ കിട്ടിയല്ലോ, ഒരു 25 മില്യൺ വെറുതെ കിട്ടിയില്ലേ? അതൊക്കെ എനിക്ക് തോന്നുന്നു പുട്ടടിച്ചെന്ന് തോന്നുന്നുണ്ട്. കിട്ടിയതെല്ലാം പുട്ടടിച്ചെന്ന് തോന്നുന്നു. അതാണ് അതിന്റെ ഒരു വിവരമില്ല. ഇനിയിപ്പോ ഈ ജോൺ വിക്ടറിന് കൊടുക്കാനുള്ള 8 to 10 മില്യൺ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ നേരത്തെ പറഞ്ഞ മത്തിക്കച്ചവടം തന്നെ ഇവന്മാരെ കൊണ്ട് പറ്റുള്ളൂ. ക്ലബൊന്നും വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ് എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു യോഗ്യത ഇവന്മാർക്കില്ല. സത്യം പറയും, ഒരു യോഗ്യതയില്ല.
പിന്നെ നമുക്ക് അടുത്ത് പറയേണ്ടത് നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ജാഡൻ സാൻചോ. യുവന്റസുമായിട്ടായിരുന്നു കൂടുതൽ ലിങ്ക്സും കാര്യങ്ങളൊക്കെ, യുവന്റസ് ഓൾമോസ്റ്റ് ക്ലോസ്ഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അവൻ ഇപ്പം പറയുന്നത് ചെൽസി നമുക്ക് തന്ന 5 മില്യൺ നമ്മൾ അവന് കൊടുക്കണം, എന്നാലേ അവൻ പോവുള്ളൂ. എന്താ പറയാ, ഇതുപോലെ ഒരു വേട്ടാവളിയൻ, സത്യം പറയാലോ, പറയുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. ഇതുപോലത്തെ ഒരു വള്ളിച്ചെറുക്കനെ എന്താ അവനെ വിശേഷിപ്പിക്കുക? ആർത്തി ആർത്തി ആർത്തി, പണത്തിനോടുള്ള ആർത്തി. അല്ലാണ്ട് ഓനിക്ക് ഫുട്ബോൾ പാഷന ഒന്നുമല്ല. തുട്ട് മണി അത് മാത്രമേ അവന്റെ മൈൻഡിൽ. അവൻ ഏത് ക്ലബിൽ പോയി കഴിഞ്ഞാലും നോക്കിക്കോ, ഒരു ഗുണവും പിടിക്കാൻ പോകുന്നില്ല. നശിച്ച് നാറാണത്ത് കല്ലെടുക്കും ജാഡൻ സാൻചോ. എല്ലാരും എനിക്ക് ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരും, പക്ഷെങ്കിൽ എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോ, ഹി ഈസ് നോട്ട് ഗോയിങ് ടു സർവൈവ്. 100% ഞാൻ പറയാം, അവൻ നന്നാവില്ല. കാരണം റാഷ്ഫോർഡൊക്കെ ഇപ്പൊ നോക്ക്, കാരണം റാഷ്ഫോർഡിന്റെ ഒക്കെ ഇപ്പൊ മെന്റാലിറ്റി എന്താണ്, 2026 വേൾഡ് കപ്പിന് എങ്ങനെയെങ്കിലും ഇംഗ്ലണ്ട് ടീമിൽ കയറി പറ്റണം, അതാണ് അവന്റെയൊക്കെ മെന്റാലിറ്റി. പക്ഷെ ഇവന്റെ തോന്നിയാസ് എന്താണ്, ഇവന് വെറും പൈസ അല്ല. ഓനി ചെൽസി നമുക്ക് തന്ന 5 മില്യൺ ചോദിക്കാൻ അവൻ എന്താണ് അവകാശമുള്ളത്? അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണോ? ചെൽസിക്ക് അവന്റെ ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെച്ച ക്ലോസ് ആണത് 5 മില്യൺ തരണം. അത് നമുക്ക് കിട്ടിയാ അത് ഓന്റെ പൊരക്കുന്നാറ്റം കൊണ്ട് തന്ന പോലെ ഓനി ചോദിക്കുന്നത്, അനക്ക് 5 മില്യൺ തന്നാലേ കൊന്നാലും കൊടുക്കാൻ പാടില്ല. അവൻ ഇവിടെ കിടന്ന് പുഴുത്ത് നാറി ചത്താലും സാരയില്ല, അവന്റെ ട്രാൻസ്ഫർ നടന്നിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ അടിയറവൊന്നും വെക്കാനേ പാടില്ല. അതൊക്കെ എവിടെയും എത്തൂല, സത്യം പറയാലോ, എവിടെയും എത്തൂല. അങ്ങനത്തെ പരിപാടിക്കേ നിൽക്കാൻ പാടില്ല. വേണ്ട, നശിച്ച് പോട്ട പുല്ല്. എനിക്ക് നമ്മളെ സായിപ്പിന്റെ കുറെ വേർഡ്സ് ആണ് വായിൽ വരുന്നത്, പക്ഷെങ്കിൽ അത് പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമേ ഞാൻ പറയാത്തത്. നമ്മളെ സായിപ്പിനെ അറിയില്ലേ, ഗെയിമിംഗ് സ്റ്റാർ സായിപ്പിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് വായിൽ വരുന്നത്, അവനെ ആലോചിക്കുന്ന നേരം. പിന്നെ റാഷ്ഫോർഡിൻ്റെത് ഹാൻസി ഫ്ലിക്ക് ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാർസ മിക്കവാറും ലോണാണ് തോന്നുന്നത്. കാരണം 40 മില്യൺ ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. അത് ബാർസ തരുമോന്ന് അറിയില്ല. കാരണം നിക്കോ വില്യംസിന് അവർക്ക് കിട്ടാത്തത് കൊണ്ട് ലൂയിസ് ഡിയാസിനെയും കിട്ടുന്നില്ല. ലൂയിസ് ഡിയാസിനെയും ലിവർപൂൾ കൊടുക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിക്കവാറും അവർക്ക് ഇപ്പോൾ ഉള്ള ഒരു ഓപ്ഷൻ റാഷ്ഫോർഡ് മാത്രം. അപ്പൊ ഹാൻസി ഫ്ലിക്കിന്റെ ഗ്രീൻ ലൈറ്റും ഉണ്ട്, ഡെക്കോ ആയിട്ട് നല്ല റിലേഷനുമാണ് റാഷ്ഫോർഡ്. അങ്ങനെയാണെങ്കിൽ റാഷ്ഫോർഡ് മിക്കവാറും പോവും. നമ്മൾ ഈ ഒരു എംബോമയുടെ ഡീല് ഈ ആഴ്ച നടത്തണം. അതിന്റെ കൂടെ ഈ ഒരു ജോൺ വിക്ടറും കൂടി നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ സെറ്റാണ്. പിന്നെ ഒരു മിഡാണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെയെങ്കിലും പ്രീ സീസൺ കഴിഞ്ഞ് അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ പ്രീ സീസൺ പകുതിക്കെങ്കിലും നമ്മുടെ റിക്കോനെ ഒന്ന് പൊക്കിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ എഡേഴ്സന്റെ ന്യൂസും കേൾക്കുന്നുണ്ട്. എഡേഴ്സന്റെതും നല്ലൊരു ഓപ്ഷനാണ്, പക്ഷെ കുറെ പേര് പറയുന്നുണ്ട് എഡേഴ്സന്റെ ആവശ്യമില്ല. എഡേഴ്സനെ പോലത്തെ ഒരു പ്ലെയറിനെ നമുക്ക് മിഡിൽ കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു എംബോമയുടെ ഡീല് നടത്തിയേ മതിയാവും. ദിസ് വീക്കാണ് ലാസ്റ്റ് പറയുന്നത്, അതായത് കമ്മിങ് വീക്ക്. നമ്മൾ പ്രീ സീസൺ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ബോർഡായിരിക്കും എന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. നടന്നാൽ മതിയായിരുന്നു, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത പുതിയ അപ്ഡേറ്റുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ.